അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഇസ്മുകൾ നമ്മൾ നോക്കി. ഇനി ഫീലുകൾ. ഫിൽ അഫ്ആലി, ഫീലുകളിൽ. അൽ മൗറബു വൽ മബ്നി മിനൽ അഫ്ആൽ, ഫീലുകളിൽ മൗറബും മബ്നിയും. മൗറബ് എന്ന് പറഞ്ഞാൽ ദമ്മത്ത് ഫതഹത്ത് കസ്റത്താകുന്നത്. മബ്നി എന്ന് പറഞ്ഞാൽ മാറൂല. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അതിനൊരു അടയാളം ഉണ്ടാകും, പക്ഷെ അത് മാറൂല. അപ്പോൾ മബ്നിയുൻ അല ഫതഹ എന്ന് പറയും, മബ്നിയുൻ അല ലമ്മ എന്ന് പറയും, മബ്നിയുൻ അല കസ്റ എന്ന് പറയും. അൽ ഫീലുൽ മാദി വ ഫീലുൽ അംരി മബ്നിയാനി, ഫീലു മാദിയും ഫീൽ അമ്രും എന്താണ്? മബ്നിയാണ്, മാറൂല. ഫീലു മാദിയും ഫീലു അമ്രും മബ്നിയാണ്. വൽ ഫീലുൽ മുദാരി, ഇനി ഫീലുൽ മുദാരിയോ മൂറബുൻ, ഫീലുൽ മുദാരി മൂറബാണ്. ഇല്ല ഇദാ ഇത്തസലത് ബിഹി നൂനുൻ നിസ്വ ഫയകൂനു മബ്നിയൻ ലഹു. പക്ഷേ നൂനുൻ നിസ്വത്ത് വന്നാൽ എന്താവും? ഫീൽ മുദാരി എന്താവും? മബ്നിയാവും. ബാറക്കല്ലാഹു ഫീക്കും. അഫ്ഹമു ഹാദ ദർസ, ഞാൻ മനസ്സിലാക്കി ഈ പാഠം, ഞാൻ മനസ്സിലാക്കി ഈ പാഠം. അപ്പോൾ ഒരു അഫ്ഹമു ഫീല് മുദാരിയാണ്, മർഫു ആണ്. മീമിൻ്റെ മുകളിൽ ദമ്മത്താണ്, അപ്പം മർഫു ആണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നോക്കൂ അടുത്തത്. ഉരീദു അൻ അഫ്ഹമ ഹാദ ദർസ, ഞാൻ ഉദ്ദേശിക്കുന്നു മനസ്സിലാക്കാൻ ഈ പാഠം. അപ്പോൾ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അഫ്ഹമ. അപ്പം നമുക്കറിയാം അന്ന് വന്നാൽ മനസ്സിലാക്കാൻ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ അന്ന് ഇടണം മുദാരിക്ക് മുമ്പ്. അപ്പോൾ അഫ്ഹമാനാവും, മൻസൂബാവും, ഫതഹത്താവും. നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അഫ്ഹമു എന്നുള്ളത് എന്താവും? അൻ അഫ്ഹമാനാവും. ഇനി അടുത്ത് നോക്കൂ, ലമ്മ വരികയാണ്. ലം അഫ്ഹം, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ലമ്മ വന്നാൽ എന്താവും? മജ്സൂമാവും. ഹാദ ദർസ, അപ്പോൾ ഈ പാഠം എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഫീല് മുദാരിയിൽ എന്തുണ്ട്? മൂറബാണ്. അപ്പോൾ അതെന്ത്? മർഫു ആകാം, മൻസൂബാകാം, മജ്സൂമാകാം. ബാറക്കല്ലാഹു ഫീക്കും. അലാമത്തുൽ ഇറാബിൽ അസ്ലിയത്തു വൽ ഫർഇയ്യത്തു, ഇനി അസ്ലിയത്തിലും ഫർഇയ്യത്തിലും ഇറാബിൻ്റെ അടയാളങ്ങൾ. അലാമത്തുൽ ഇറാബി ഫിൽ മുദാരി സലാസുൻ വഹിയ, മുദാരിയിൽ 3 ഇറാബിൻ്റെ അടയാളങ്ങൾ. അത് ഏതൊക്കെ? അൽ ലമ്മത്തു വഹിയ അലാമത്തുർ റഫ്, അപ്പോൾ ലമ്മത്താണ് അലാമത്തുർ റഫ്, മർഫു. അൽ ഫതഹത്തു മൻസൂബ് വഹിയ അലാമത്തുൻ നസ്ബ്, നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ്. പിന്നെന്താ? കസറില്ല കേട്ടോ, സുക്കൂനാണ്. ലമ്മത്ത് ഫതഹത്ത്, ഇസ്മിൻ്റെത് കസറത്താണ്. ഇവിടെ മുദാരിയായ ഫീലിൻ്റെത് സുക്കൂനാണ്. ഇസ്മിന് സുക്കൂനില്ല. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇസ്മിന് കസറത്ത്, മുദാരിക്ക് സുക്കൂന്. അപ്പോൾ സുക്കൂൻ്റെ അടയാളം എന്താ? വഹിയ അലാമത്തു അജ്ജസ്ം, ജസ്മാണ്. അപ്പോൾ അതിന് മജ്സൂം എന്ന് പറയും. സുക്കൂനായ മുദാരിയായ ഫീലിന് മജ്സൂം എന്ന് പറയും. അപ്പോൾ നമ്മൾ മുകളിൽ ഉദാഹരണം കണ്ടു, ലം അഫ്ഹം, അപ്പോൾ മജ്സൂമാണ്. അഫ്ഹം മീമിൻ്റെ മുകളിൽ സുക്കൂനാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ. വഹുനാക അലാമത്ത് ഉഖ്റ ഫറഇയ്യത്ത്, ഇനി ഫറഇയ്യത്ത് അതിൻ്റെ അലാമത്ത് എന്താ? വഹിയൽ അൻവാഉൽ ആത്തിയത്ത് മിനൽ ഫീൽ, അത് താഴെ കൊടുത്തതാണ്, ഇനങ്ങളാണ്. അത് ഏതിലാ വരാ? ഫറഇയ്യത്ത് അൽ അഫ്ആലുൽ ഖംസ, 5 ഫീലുകളിൽ. ഏതാ 5 ഫീലുകൾ? നൂന് വരുന്ന ഫീലുകളുണ്ടല്ലോ, സുബൂത്തു നൂൻ, സുബൂത്തു നൂൻ എന്നതിന് പറയാം. നൂന് വരുന്നത് യസ്ഹബൂന, അവരെല്ലാവരും പോയി. തസ്ഹബൂന, നിങ്ങളെല്ലാവരും പോകുന്നു, പോയി. തസ്ഹബീന, നീ പോകുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ നൂന് വരുന്നതിനാണ് സുബൂത്ത് നൂൻ എന്ന് പറയാം. ആ നൂനാണ് റഫിൻ്റെ അടയാളം. നൂനാണ് റഫിൻ്റെ അടയാളം. അലാമത്തുർ റഫ് നൂൻ. പക്ഷെ ശ്രദ്ധിക്കണം, അതിൽ യസ്ഹബ്ന എന്നുള്ള നൂനും തസ്ഹബ്ന എന്നുള്ള നൂനും, അവരെല്ലാവരും പോകുന്നു, നിങ്ങളെല്ലാവരും പോകുന്നു, സ്ത്രീകൾ
അതെന്താണ്? മബിനിയാണ്. അതെന്താണ്? മബിനിയാണ്, മാറൂല. അതാണ് മുലാരിയിലെ മബിനി. ബാക്കി നൂനുകളൊക്കെ യസ്ഹബാനി അവർ രണ്ടുപേർ പോകുന്നു, യസ്ഹബൂന അവരെല്ലാവരും പോകുന്നു, തസ്ഹബൂന നിങ്ങളെല്ലാവരും പോകുന്നു. ഈ നൂനുകളൊക്കെ എന്താണ്? സുബൂത്ത് നൂനാണ്. ആ നൂനുകളാണ് റഫിൻ്റെ അടയാളം, മർഫൂന്ന് കാണിക്കുന്ന റഫിൻ്റെ അടയാളം, അലാമത്തു റഫ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അലാമത്ത് നസ്ബ് എന്താ? അത് പിന്നെ അലാമത്ത് ജസ്മ എന്താ? അല്ലേ, മുലാരിക്ക് ജസ്മാണ്, കസറില്ല. അപ്പം അലാമത്ത് നസ്ബ് എന്താ? അലാമത്ത് ജസ്മ എന്താ? അത് ഹസ്ഫു നൂനാണ്, ആ നൂന് കളയാ. അപ്പം യസ്ഹബൂന എന്നുള്ളത് നസ്ബോ ജസ്മോ ആകുമ്പം മൻസൂബോ മജ്സൂമോ ആകുമ്പോൾ നൂന് പോകും. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അൻ തസ്ഹബു നിങ്ങൾ പോകാൻ. അപ്പം നിങ്ങൾ പോകാൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എങ്ങനെ ചെയ്യാം? നിങ്ങളെല്ലാവരും പോകാൻ. അൻ തസ്ഹബൂന എന്നാ ശരിക്കും വരണ്ടേ, അൻ തസ്ഹബൂന. പോകാൻ എന്നാക്കണമെങ്കിൽ അന്ന് വരണം, മുലാരി ഫീലിൻ്റെ മുന്നേ അന്ന് വരണം, അൻ തസ്ഹബൂന. പക്ഷെ അന്ന് വരുമ്പോൾ മുലാരി മൻസൂബാവും. അപ്പോൾ മൻസൂബാകുമ്പം അതിൻ്റെ അലാമത്ത് എങ്ങനെ കാണിക്കുക? ആ നൂന് കളയണം, ആ നൂനാടെ എഴുതാൻ പാടില്ല. അപ്പോൾ അൻ തസ്ഹബൂ നിങ്ങൾ പോകാൻ. അപ്പം അന്ന് വന്ന നൂന് പോകും, കാരണം അന്ന് വന്ന മൻസൂബാകുമ്പം ഫത്തഹത്ത് അലാമത്ത് നസ്ബ് എങ്ങനെ? നൂന് കളയാം. അലം തസ്ഹബി നീ പോകുന്നില്ലേ? ഇലൽ മദ്രസത്തി യാ മറിയമു മറിയമേ മദ്രസയിലേക്ക് നീ പോകുന്നില്ലേ? അപ്പോൾ ലമ്മ് വന്നാൽ നമുക്കറിയാം മജ്സൂമാണ്, സുക്കൂനാണ്. ഓക്കെ, അപ്പോൾ സുക്കൂനാകുമ്പോഴും എങ്ങനെ അലാമത്ത് ജസ്മ എന്താ? സുക്കൂനിൻ്റെ അലാമത്ത് ജസ്മൻ്റെ അടയാളം എന്താ? ആ നൂന് കളയാം. അപ്പം തസ്ഹബീന എന്നാണ് നീ പോകുന്നു. അതിന് ലമ്മ വരുമ്പോൾ ജസ്മായി, സുക്കൂനായി. സുക്കൂൻ എങ്ങനെ കാണിക്കുക? ആ നൂന് കളയാം. അപ്പം നൂന് എഴുതാൻ പാടില്ല, അലം തസ്ഹബീന എന്ന് പറയാൻ പാടില്ല. പിന്നെയോ അലം തസ്ഹബി നീ പോയിട്ടില്ലേ? ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്, യാ മറിയമേ. അപ്പോൾ ഇവിടെ 5 ഫീലുകൾ ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഈ സുബൂത്ത് നൂന്. അപ്പോൾ സുബൂത്ത് നൂന്, ആ നൂന് വന്നാൽ അത് മർഫൂവിൻ്റെ മർഫൂ ആണ്. അലാമത്തു റഫ്ഹി അന്നൂനാണ്. പിന്നെ മൻസൂബാകുമ്പം മജ്സൂമാകുമ്പം മുലാരിക്ക് മജ്സൂമാണ്, കസ്രത്തില്ല, മജ്റൂറില്ല. മൻസൂബാകുമ്പോഴും മജ്സൂമാകുമ്പോഴും ആ നൂന് കളയണം. അപ്പം ലമ്മ വരുമ്പം മജ്സൂമാവും, അന്ന് വരുമ്പം മൻസൂബാവും, ലന്ന് വരുമ്പം മൻസൂബാവും. അപ്പം നൂന് പോവും. ബാറക്കല്ലാഹു ഫീക്കും. അൽ ഫീലു നാക്കിസ് നാക്കിസായ ഫീല് അലാമത്തു ജസ്മ ഫീഹി ഹദഫു ആഹിറ നഹ്വ്. ഇനി നാക്കിസായ ഫീൽ എന്താ? നമുക്കറിയാം, ദുർബലമായ വാവോ യായോ വരുന്നതാണ് നാക്കിസായ ഫീല്, അല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ ബുക്ക് 2ൻ്റെ അവസാനത്ത് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ജസ്മ എങ്ങനെ? നാക്കിസായ ഫീലിൻ്റെ ജസ്മ എങ്ങനെ? സുക്കൂന് അലാമത്ത് ജസ്മ എന്താ? മജ്സൂമ എങ്ങനെ? അവസാനത്തെ അക്ഷരം കളയലാണ്. ആ ദുർബലമായ ആ യാവോ വാവോ ഉണ്ടല്ലോ, അത് കളയലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലം യംഷി അവൻ നടന്നിട്ടില്ല. യംഷി അവൻ നടക്കുന്നു. ആ ഷീന് ശേഷം യാ ഉണ്ടാവും. ഓക്കെ, യംഷി. അപ്പോൾ ലമ്മിട്ടാലോ മജ്സൂമാണ്. അപ്പോൾ അലാമത്ത് ജസ്മ എന്താ? ആ യംഷി എന്നുള്ള അവസാനത്തെ ഷീൻ്റെ ഇപ്പറുള്ള യാ, ഷീന് ശേഷമുള്ള യാ കളയണം. അതുകൊണ്ട് അവിടെ നോക്കൂ, ലം യംഷി, ഷീന് ശേഷം യാ ഇല്ല, കസ്റായി, ഷീന് കസ്റായി. അതാണ് അലാമത്ത് ജസ്മ്. നാക്കിസായ ഫീലിൽ അലാമത്ത് ജസ്മ് ആ അവസാനത്തെ ദുർബലമായ അക്ഷരത്തെ കളയലാണ്. അടുത്ത് നോക്കൂ, ലം യദ്ഉ അവൻ ക്ഷണിച്ചിട്ടില്ല. ശരിക്ക് യദ്ഉവ എന്നാ, യദ്ഉവ അവൻ ക്ഷണിക്കുന്നു. അപ്പോൾ അവസാനത്തെ അക്ഷരം വാവ് കളയും ലമ്മ് വരുമ്പം. അപ്പം ലം യദ്ഉ അവൻ ക്ഷണിച്ചിട്ടില്ല.
അതുപോലെ ലം യൻസ, യൻസ അവൻ മറന്നിട്ടില്ല. യൻസ എന്ന് പറഞ്ഞാൽ യൻസി, യൻസ അവൻ മറക്കുന്നു. ലം യൻസ അവൻ മറന്നിട്ടില്ല. അപ്പോൾ അവസാനത്തെ അക്ഷരം സീന് ശേഷമുള്ള ദുർബലം ആ അക്ഷരം കളഞ്ഞു. അങ്ങനെയാണ് മജ്സൂമാക്ക നാക്കിസായ ഫീൽ. നാക്കിസായ ഫീൽ എന്ന് പറഞ്ഞാൽ ദുർബലമായ വാവോ യാവോ വരലാണ് നാക്കിസായ ഫീൽ. ഫീലിൻ്റെ അവസാനത്തിൽ വാവോ യാവോ ദുർബലമായത് വരുന്നതാണ് നാക്കിസായ ഫീൽ. മറ്റേ രണ്ടും ഏതാ? അൽ മിസാൽ, അവിടെ വാവോ യായോ തുടക്കത്തിൽ വരും, ഫാ കലിമം വരും. പിന്നെ അൽ അജ്വഫോ ദുർബലമായ വാവോ യാവോ ഐൻ കലിമയിൽ വരും, നടുക്ക് വരും. ഇവിടെയോ നാക്കിസായ ഫീലിലോ ദുർബലമായ അക്ഷരം ലാം കലിമയിൽ വരും. ആ ലാം കലിമ എടുത്ത് കളയും. അപ്പോൾ മജ്സൂമാവും. ബാറക്കല്ലാഹു ഫീക്കും.